എടാ കുറേ കാൽക്കുലേഷൻസായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ജേർണലിങ്, പക്ഷേ എത്തി വന്നപ്പോഴത്തേക്കിനും കാൽക്കുലേഷൻസ് ഒക്കെ തീർന്നു. പിന്നെ കുറേ പിൻട്രസ്റ്റിലും തിരഞ്ഞ് ലാസ്റ്റ് ചെയ്തൊരു ജേർണലിങ് കേട്ടോ ഇത്. പിന്നെ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഇതെന്തൊരു സ്പീഡാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കുന്നതിൻ്റെ കുറച്ച് അപാകതകളുണ്ട്. പിന്നെ ഞാൻ ഈ ജേർണലിങ് കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ജേർണലിങ്ങിൽ ഫുള്ള് ഞാൻ മ്യൂസിക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മടിയുടെ ഭാഗമാണ്. പിന്നെ നിങ്ങൾ ആരെങ്കിലും നോട്ട് ചെയ്തെന്ന് അറിയത്തില്ല, 1 മാസം തീർന്നു. വെക്കേഷൻ ഇതാ ഇപ്പം എൻഡ് ചെയ്യാറായി. ഇനി 1 മാസം കൂടെ കഴിഞ്ഞാൽ സ്കൂൾ അങ്ങനെ തുറക്കും. അപ്പോൾ ഇനി പഠിക്കണം, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കണം. അതിന് മുന്നേയിട്ട് വേഗം ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം എന്ന് ഞാനിപ്പോൾ പറയുന്നു. ഞാൻ അതിൻ്റെ താഴെ കുറച്ച് ലീഫി സംഭവങ്ങളൊക്കെ ഈ കലണ്ടറിൻ്റെ താഴെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ മെയ് എന്നൊന്ന് എഴുതി കൊടുത്തു. അത് ചെറുതായി ഒന്ന് പാളിപ്പോയി. അവിടെ ഞാനൊരു സ്റ്റിക്കർ 14-ാം തീയതിയുടെ സ്റ്റിക്കർ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. 14-ാം തീയതി എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമുണ്ട്. അതുകൊണ്ട് ഞാൻ 14-ാം തീയതിയെ ഒന്ന് ബിൽഡപ്പ് കൊടുത്തു. പിന്നെ ഇതുവഴി നമ്മൾ സഞ്ചരിച്ചാലും ഒരിക്കലും മറക്കരുത് കവായി സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാൻ. അതുകൊണ്ട് ഒരു 2-3 കവായി സ്റ്റിക്കേഴ്സ് ഞാൻ മേളിൽ കുറച്ച് ബ്ലാങ്ക് ആയി കിടക്കുന്ന ഭാഗത്തിൽ അവിടെ അങ്ങ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഫുള്ളി ഡ്രോയിങ് ജേർണലിങ് ആട്ടോ ഇത്. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ആ ലൈക്കും കൂടെ ആയിക്കോട്ടെ. ഇത് ഞാൻ കുറേ പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്ത് ലാസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. അപ്പോൾ ഇതിന് കുറച്ച് ഐഡിയാസ് ഞാൻ എടുത്തിട്ടുള്ള പിൻട്രസ്റ്റിൽ നിന്നാണ്. അതിൻ്റേതായ ഭംഗിയുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പിന്നെ പിൻട്രസ്റ്റിലെ പോലെ തന്നെ ഒന്നും ആയിട്ട് ഏത് വഴി സഞ്ചരിച്ചാലും കവായി സ്റ്റിക്കർ അതിതാ വന്നിട്ടുണ്ട്. കവായി സ്റ്റിക്കർ ഒട്ടിക്കേണ്ടത് ഞാൻ കരുതാണ്. പിന്നെ അവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നതിന് ഒരു ഭംഗി ഇരിക്കട്ടെ എന്നോർത്തിട്ട് ചെയ്താണ്. ഇനി നമുക്ക് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യണം. അപ്പം ബൈ. പിന്നെ ഞാൻ ഫസ്റ്റ് ഡാ എന്നാണ് പറയുന്നത്, പക്ഷേ അതിൻ്റെ കൂടെ അയ്യോ ഡാ എന്നായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്.